കൈമാറൽ ഇടപാടടക്കം ഉള്ള കാര്യങ്ങളിൽ എക്സാലോജി കമ്പനി നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചതിന് അതിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ വീണ വിജയൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല, തൃപ്തികരമായ മറുപടിയും നൽകിയിട്ടില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് 210 പ്രകാരമുള്ള ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി തൻ്റെ മകൾക്ക് വേണ്ടി തീർത്ത പ്രതിരോധം, മകളുടെ ഭാഗം കേൾക്കാതെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോയത് എന്ന് പറയുമ്പോൾ മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട്, പറയാനുള്ള നോട്ടീസ് ലഭിച്ചിട്ട്, പറയാനുള്ള അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല, എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല? ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഞ്ചപുച്ഛ മടക്കി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് പിണറായി വിജയന് മൗനം? പിണറായി വിജയൻ തന്നെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം മറുപടി പറയണം. തൻ്റെ മകൾ ഇതിന് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയത്? ഇത് വലിയ അഴിമതിയും ഇതിൽ മൂടി വെക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണോ ആ മകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് അതിൽ ഗുരുതരമായ മറ്റൊരു പരാമർശം കൂടിയുണ്ട്. എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറായിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ക്യാരക്ടറും ഇൻറ്റഗ്രിറ്റിയും മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം വേണ്ട. എക്സാലോജി കമ്പനി IT കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഒരു ക്ലയൻറ്റിൽ നിന്നും മാസാമാസം പണം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേ കമ്പനിയുടെ ഡയറക്ടർ സ്വകാര്യമായി IT കൺസൾട്ടൻ്റ് എന്ന നിലയിൽ, മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന നിലയിൽ അതേ കമ്പനിയിൽ നിന്നും പണം വാങ്ങുന്നത് ആ കമ്പനിയെ തന്നെ വഞ്ചിക്കുന്നതിന് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഒരു കമ്പനിയുടെ ഡയറക്ടറായിരുന്ന് ആ കമ്പനി വ്യാപരിക്കുന്ന അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതേ മേഖലയിൽ ആ കമ്പനി അറിയാതെ അതേ മേഖലയിൽ നിന്നും അതേ ക്ലയൻറ്റിൽ നിന്നും പണം വാങ്ങി സർവീസ് നൽകുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കുറ്റകരമായ കമ്പനീസ് ലോ പ്രകാരം കുറ്റകരമായൊരു കാര്യമാണ്. ആ കുറ്റം വീണ വിജയൻ ചെയ്തിരിക്കുന്നുവെന്ന് ഈ ഇന്നത്തെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ടാക്സ് അടച്ചാൽ ഇതിൻ്റെ വിഷയം അവസാനിച്ചു. ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യമെന്ന് പ്രതിരോധം ആദ്യം പേർക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ അവർ ടാക്സ് അടച്ചിട്ടില്ല എന്ന്, അല്ലെങ്കിൽ വേണ്ടത്ര ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് അടച്ചിട്ടില്ല എന്നും, അതിൽ വെട്ടിപ്പ് നടന്നുവെന്നും ക്രമക്കേട് നടന്നുവെന്നും നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴിത് ആ കമ്പനീസ് ആക്ടിൻ്റെ വയലേഷൻ എക്സാലോജിക്കും വീണ വിജയനും നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിനും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ടാക്സോ കമ്പനീസ് ആക്ടിൻ്റെ വയലേഷനോ അല്ല ഇതിലെ യഥാർത്ഥ വിഷയം. ഇതിലെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് അഴിമതിയാണ്, കറപ്ഷനാണ്. കോടാനുകോടി രൂപയുടെ വലിയ അഴിമതി മുഖ്യമന്ത്രിയുടെ മകൾ മുന്നിട്ട് നിന്ന് കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയതാണ് യഥാർത്ഥ പ്രശ്നം. അതിനോടനുബന്ധമായി ടാക്സിൻ്റെ വെട്ടിപ്പ്, കമ്പനീസ് നിയമത്തിൻ്റെ വെട്ടിപ്പ് എന്നുവേണ്ട നിരവധിയായ നിയമലംഘനങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് നടന്നിരിക്കുന്നു. എന്നാൽ കാതലായ പ്രശ്നം അഴിമതിയും മാസപ്പടിയും കോടാനുകോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി പണമായി കരിമണൽ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്നതുമാണ് ഇതിൻ്റെ യഥാർത്ഥ വിഷയം. ആ വിഷയങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം എത്തിച്ചേരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്.